ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കണക്റ്റഡ് ഫാക്സിൻ്റെ 14ാമത്തെ പാർട്ടാണ്. 49ാമത്തെ ചോദ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നേരെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? പാൽ, സോഡിയം, അമാൽഗം, കഞ്ഞിവെള്ളം, ചെളിവെള്ളം. അപ്പോൾ ഇത് SCERTയിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷണങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡായി വായിച്ചാലേ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ടേബിളെങ്കിലും നോക്കിയിട്ട് എന്ത് ചെയ്തിരിക്കണം? യഥാർത്ഥ ലായനി ഏതൊക്കെയാണ്? ആഭരണ സ്വർണം നേർപ്പിച്ച ആസിഡ്, അമാൽഗം, ചുണ്ണാമ്പ് വെള്ളം, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന യഥാർത്ഥ ലായനിയാണ്. വേറൊരു ക്ലാസ്സിൽ അത് പഞ്ചസാര ലായനിയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒന്ന്, കൊളോയിഡ് എന്ന് പറയുന്നത്. ഇത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷണമുണ്ട്. അതായത് പഞ്ചസാര ലായനി കലക്കി വെച്ച ഒരു ബീക്കർ, പിന്നെ വെള്ളവും ചോക്ക് പൊടിയും. അപ്പോൾ ഇതിലേക്ക് ഈ പഞ്ചസാര ലായനി കലക്കി വെച്ചതിൽ നമുക്ക് അതിൽ ഒരു കണങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല, മുഴുവനായിട്ട് അതിൽ ലയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളവും ചോക്ക് പൊടിയും കലർന്നപ്പോൾ അവിടെ പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിൽ പ്രകാശത്തിൻ്റെ പാത നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഇവിടെയാണെങ്കിലോ പ്രകാശത്തിൻ്റെ പാത കണങ്ങൾ ഉള്ളതുകൊണ്ട് കാണാൻ കഴിയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളും സവിശേഷതകളും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് യഥാർത്ഥ ലായനിയാണ്, ഇത് സസ്പെൻഷനാണ്. ഇനി ഇത് രണ്ടും അല്ലാത്തതിനെ എന്ത് വിളിക്കും? കൊളോയിഡുകൾ എന്ന് വിളിക്കും. അപ്പോൾ അതാണ് ഇപ്പുറത്ത് എന്ത് ചെയ്തിട്ടുള്ളത്? ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥ ലായനിയാവുമ്പോൾ അവിടെ ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പിന്നെയോ പ്രകാശത്തിൻ്റെ പാത എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ആ ഇപ്പുറത്ത് കണ്ടില്ലേ, ഇതിലെന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ പ്രകാശത്തിൻ്റെ പാത എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 3 സവിശേഷതകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഓരോ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ അത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങളിതിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽഡായിട്ടല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സസ്പെൻഷൻ ഏതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡ് ഏതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്. അപ്പോൾ ആഭരണ സ്വർണം നേർപ്പിച്ച ആസിഡ്, അമാൽഗം, ചുണ്ണാമ്പ് വെള്ളം, പഞ്ചസാര ലായനി, ഇത്രയും എണ്ണം എന്താണ്? യഥാർത്ഥ ലായനിയാണ്. ഇനിയോ സസ്പെൻഷനാണ് ഏത്? ചെളിവെള്ളം, കഷായം. ഇപ്പം രണ്ടിലും മറ്റേതിലും സസ്പെൻഷൻ ഏത് പറഞ്ഞിട്ടുണ്ട്? ചെളിവെള്ളം. നമുക്ക് ഓപ്ഷനിലും ചെളിവെള്ളം കാണാൻ പറ്റും. സസ്പെൻഷനിലാണ് ഏത് വരുന്നത്? ചെളിവെള്ളം. ഇനിയോ കൊളോയിഡാണ്. കഞ്ഞിവെള്ളം കൊളോയിഡാണ്. പുക, മഷി, മയോണൈസ്, മൂടൽമഞ്ഞ്, പാല്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള, ഹൈലൈറ്റ് ചെയ്ത് പരീക്ഷകളിൽ തന്നെ വന്നിട്ടുള്ളത് പാലും കഞ്ഞിവെള്ളവും ആണ്. ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അമാൽഗം, ആഭരണ സ്വർണ്ണം നേർപ്പിച്ച ആസിഡ്, ചുണ്ണാമ്പ് വെള്ളം, പഞ്ചസാര ലായനി, അത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. 4 യഥാർത്ഥ ലായനിയാണ്. നമുക്ക് കേട്ടാൽ അത് യഥാർത്ഥ ലായനിയായിട്ട് തോന്നേയില്ല, അതുകൊണ്ട് ഉറപ്പിച്ചോളുക അത് യഥാർത്ഥ ലായനിയാണ്. സസ്പെൻഷന് 2 എണ്ണയുള്ളൂ നമുക്ക് അവിടെ പഠിക്കാൻ, ചെളിവെള്ളവും കഷായവും. കൊളോയിഡിലാണ് നമുക്ക് പാലും കഞ്ഞിവെള്ളവുമാണ് ഹൈലൈറ്റായിട്ട് ഓർത്തിരിക്കാനുള്ളത്. സോ ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്ക്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ കണ്ടതാണ് ഏത്? പാലും കഞ്ഞിവെള്ളവും നമ്മൾ കൊളോയിഡിൽ കണ്ടു, ചെളിവെള്ളം നമ്മൾ സസ്പെൻഷനിൽ കണ്ടു, സോഡിയം അമാൽഗം, അതാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, സോഡിയം അമാൽഗം എന്നുള്ളത്. ഇനി അപ്പോൾ അതെന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അത് ആ ഒരു ഭാഗം വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടൂല. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയൊക്കെ സിലബസിൽ ഉൾപ്പെട്ട പാഠഭാഗങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. 50ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്.
സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡാണ്. നമുക്കിത് SCERTയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നിങ്ങൾക്ക് കാണാം സിങ്ക് ബ്ലെൻഡ് എന്നതിന് നേരെ കണ്ടോ ZNS സിങ്ക് സൾഫൈഡ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കലാമിൻ്റെ നേരെ കൊടുത്തിരിക്കുന്ന നോക്ക് സിങ്ക് കാർബണേറ്റ്. ശരിക്ക് ഈ കലാമിൻ എന്നുള്ളത് സിങ്ക് ഓക്സൈഡും സിങ്ക് കാർബണേറ്റും രണ്ടിലും പറയാറുണ്ട്. പക്ഷെ നമുക്ക് SCERT കൊടുത്തിരിക്കുന്ന ഏതാണ്, കലാമിൻ സിങ്ക് കാർബണേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. സിങ്ക് ബ്ലെൻഡ് സിങ്ക് സൾഫൈഡ്, കലാമിൻ സിങ്ക് കാർബണേറ്റ്. പിന്നെ അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഏത്, ഹേമറ്റൈറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞു ഫെറിക് ഓക്സൈഡ്. ഈ കൊടുത്തിരിക്കുന്നത് വായിക്കുന്നത് ഫെറിക് ഓക്സൈഡ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ ഫെറിക് ഓക്സൈഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിളിൽ നിന്ന് അടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കുക. നമ്മളാണെങ്കിൽ നോർമലി ഇത് ഏതിൻ്റെ അയിരാണെന്ന് മാത്രമേ നോക്കിയിട്ട് പോവുള്ളൂ. പക്ഷേ ഇപ്പുറത്തുള്ള ഈ രാസസൂത്രം വരെ ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പഠിച്ചു പോകണം. അപ്പോൾ ഹേമറ്റൈറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫെറിക് ഓക്സൈഡ്, മാഗ്നറ്റൈറ്റ് ഫെറിക് ഓക്സൈഡ്, കലാമിൻ സിങ്ക് കാർബണേറ്റ്. സോ ആ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്, ഈ പറയുന്ന സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ്, സിങ്ക് കാർബണേറ്റ് നമ്മളിവിടെ കണ്ടു, കലാമിൻ, സിങ്ക് ഓക്സൈഡ്, സിങ്ക് വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏത്, സിങ്ക് ഓക്സൈഡ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്ലിക്ക് കെമിസ്ട്രി, ക്വാർക്കുകൾ, ക്വാണ്ടം ഡോട്ട്സ്, പോസിട്രോൺ. ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. നൊബേൽ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ കോഡ് ഇട്ടിട്ട് 2023 2024 ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്താൽ മതി, അത് അതിൽ തന്നെ നോക്കിയാൽ മതി. അത് ഞാൻ ഇനി ഇവിടെ പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, സമയം കളയുന്നില്ല. ജസ്റ്റ് 2023 ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് ബവേണ്ടി, ഇബ്രൂസ്, അലക്സി എക്കിമോവ് 3 ആളുകൾ. നമ്മൾ കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ബ്രോസ് വണ്ടി ഒന്ന് തരുമോ, എനിക്ക് മൂവി കാണാൻ പോകാനാണ്, കണ്ടിട്ട് തരാം, ക്വാണ്ടം ഡോട്ട്, ഇങ്ങനെയൊക്കെ കണക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 രസതന്ത്രൻ നൊബേൽ ഡേവിഡ് ബേക്കർ, ഹസാബീസ്, ജോൺ M ജംബർ, ജോജുവിനെയൊക്കെ വെച്ചിട്ട് ആ ഒരു കണക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൊബേൽ പ്രൈസ് നിങ്ങൾ എന്തായാലും ആ കണക്ഷൻ കോഡിൻ്റെ വീഡിയോ എന്തായാലും കാണാൻ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്തുതരാം, ജസ്റ്റ് ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിലിട്ട് വെക്കാം. 2023 ഉണ്ട്, 2024 ഉണ്ട്. കണക്ഷൻ എല്ലാം രസതന്ത്രമാണെങ്കിലും ഭൗതിക ശാസ്ത്രമാണെങ്കിലും വൈദ്യശാസ്ത്രം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് അവിടെ 2 വർഷത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് എന്ത് ചെയ്ത് രസതന്ത്രത്തിൽ ബേക്കർ, ഹസാബീസ്, ജോൺ M ജംബർ 3 ആളുകൾക്ക് 2024 കൊടുത്തത്. 2023 ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് ബവേണ്ടി, ബ്രൂസ്, ഇക്കിമോ 3 ആളുകൾ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചെമ്മീൻ, ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിൻ്റെ ഇതിഹാസം. അത് നമുക്കറിയാവുന്നതാണ്. എന്ത്, അപ്പുകിളി, അല്ലാപ്പിച്ച മൊല്ലാക്ക, മൈമൂന, ഇതൊക്കെ ഏതാണ്, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന OV വിജയൻ്റെ നോവലുകളിലേതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗുരുസാഗരമാണെങ്കിലും OV വിജയൻ്റെയാണ്, ധർമ്മപുരാണമാണെങ്കിലും OV വിജയൻ്റെയാണ്, ചെമ്മീൻ തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. അപ്പോൾ അപ്പുകിളിയുടെ കൂട്ടത്തിൽ നിങ്ങൾ ഏതൊക്കെ ഓർത്തിരിക്കണം, അല്ലാപ്പിച്ച മൊല്ലാക്ക, മൈമൂന, ഈ കഥാപാത്രങ്ങളൊക്കെ ഏതിലേതാണ്, ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേതാണ്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് അവിടെ ചെമ്മീൻ തന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിൽ കറുത്തമ്മയും പരീക്കുട്ടിയും, ചെമ്മീനിലെ കഥാപാത്രങ്ങൾ ഓർക്കാനുള്ളത് കറുത്തമ്മയും പരീക്കുട്ടിയും. അത് പിന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ മിമിക്രിയിലൊക്കെ
കാണാറും കേൾക്കാറും ഒക്കെ ഉള്ളൊരു പേരാണ്. കറുത്തമ്മ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ കറുത്തമ്മയും പരീക്കുട്ടിയും ചെമ്മീനിലേതാണ് തകഴി ശിവശങ്കരപിള്ളയുടേത്. സിദ്ധാർത്ഥൻ, ലാവണ്യ, ഈ രണ്ട് കഥാപാത്രങ്ങൾ OV വിജയൻ്റെ ധർമ്മപുരാണം എന്നുള്ള നോവലിലേതാണ്. സിദ്ധാർത്ഥനും ലാവണ്യയും, സിദ്ധാർത്ഥൻ എന്ന ബാലൻ കേന്ദ്ര കഥാപാത്രവും അതിൽ കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്, സിദ്ധാർത്ഥനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ലാവണ്യമുണ്ട്. പിന്നെ OV വിജയൻ്റെ ഗുരുസാഗരം എന്ന നോവലിൽ കുഞ്ഞുണ്ണിയാണ് കേന്ദ്ര കഥാപാത്രം. അപ്പോൾ കുഞ്ഞുണ്ണി കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഗുരുസാഗരം OV വിജയൻ്റേത്, സിദ്ധാർത്ഥനും ലാവണ്യയും ധർമ്മപുരാണത്തിലേത് OV വിജയൻ്റെ തന്നെ കറുത്തമ്മയും പരീക്കുട്ടിയും ചെമ്മീൻ തകഴി ശിവശങ്കരപിള്ള അല്ലാ പിച്ചാമൊല്ലാക്ക മൈമൂന അപ്പുകിളി ഇതെല്ലാം OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? പൂരക്കളി, കഥകളി, സർക്കസ്, ചവിട്ട് നാടകം. നമുക്കറിയുന്നതാണ് കേരള സർക്കസിൻ്റെ പിതാവ്, കേരള സർക്കസിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന തലശ്ശേരിയിലാണ് എന്ത് ചെയ്യുന്നത്, കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരള സർക്കസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇനി നമുക്കതിൽ ബാക്കിയൊരു 3 പൂരക്കളി, കഥകളി, ചവിട്ട് നാടകം, അതുമായി ബന്ധപ്പെട്ട് 2-3 ഫാക്ട്സ് നോക്കാം. അപ്പോൾ അതിൽ കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത് ആരെയാണ്? കൊട്ടാരക്കര തമ്പുരാനെയാണ് കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് നമുക്ക് ചോദിക്കാറുള്ളത്. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. അപ്പം രാമനാട്ടം ഓർമ്മ വേണം. കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ഉപജ്ഞാതാവ്. എത്രയോ തവണ റിപ്പീറ്റ് അടിച്ചാണ്. ഇനിയോ കഥകളിയിലെ കഥാപാത്രങ്ങൾ മിനുക്ക് എത്രയോ റിപ്പീറ്റ് ചെയ്താണ്. താടി, കരി, കത്തി, പച്ച. അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഥകളിയിലെ കഥാപാത്രങ്ങളിൽ പെടുന്നവ പെടാത്തവ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായിട്ടാണ് കഥകളിയിൽ എന്ത് ചെയ്യുന്നത്, കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കഥകളിയിലെ വേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? മിനുക്ക്, താടി, കരി, കത്തി, പച്ച. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായതെന്ന്. പിന്നെ കൊട്ടാരക്കര തമ്പുരാൻ ഉപജ്ഞാതാവ്. അത്രയോടെ ഓർക്കുക. മറ്റൊന്ന് ചവിട്ട് നാടകം. കേരളത്തിൽ ക്രിസ്തീയ കലാരൂപം എന്ന് പറഞ്ഞിട്ട് ചവിട്ട് നാടകത്തിൻ്റെ ജന്മസ്ഥലമായിട്ട് ഫോർട്ട് കൊച്ചിയാണ് പറയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഏതിന് രൂപം നൽകിയത്? ചവിട്ട് നാടകത്തിന്. കേരളത്തിലെ ക്രിസ്തീയ കലാരൂപം എന്ന് പറഞ്ഞ് എടുത്ത് ചോദിക്കാറുണ്ട്. പോർച്ചുഗീസുകാരാണ് രൂപം നൽകിയത്. അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ചെണ്ട, ഇലത്താളം, മദ്ദളം. ചെണ്ടയും ഇലത്താളവും മദ്ദളവും ചവിട്ട് നാടകത്തിൽ ഉപയോഗിക്കുന്നതാണ്. പോർച്ചുഗീസുകാരാണ് ഇത് രൂപപ്പെടുത്തിയത്. എന്നാൽ മറ്റൊരു വേർഷൻ അതിനുള്ളത് ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറയുന്ന ആദ്യത്തെ ചവിട്ട് നാടകം തയ്യാറാക്കിയ ഇദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്നും വേറൊരു വേർഷനും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ചിന്നത്തമ്പി അണ്ണാവി എന്ന തമിഴനാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്നും ഒരു അവകാശവാദമുണ്ട്. നമുക്ക് അഥവാ വന്നാൽ എഴുതിയാൽ മതിയല്ലോ. ആദ്യത്തെ ചവിട്ട് നാടകം എന്ന് കരുതുന്ന കാറൽമാൻ ചരിതം, അതിൻ്റെ കർത്താവാണ് ആര്? ഈ പറയുന്ന ചിന്നത്തമ്പി അണ്ണാവി. അപ്പോൾ ആദ്യത്തെ ചവിട്ട് നാടകം എഴുതിയ ആളാണ് തമിഴനായിട്ടുള്ള ചിന്നത്തമ്പി അണ്ണാവി. ആ തമിഴൻ എഴുതിയ ചവിട്ട് നാടകമാണ് ഏത്? കാറൽമാൻ ചരിതം. ഇനിയോ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു ചവിട്ട് നാടകം വിദഗ്ധനാണ് ആര്? A.N. അനിരുദ്ധൻ. A.N. അനിരുദ്ധൻ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ചവിട്ട് നാടകത്തിൽ പ്രസിദ്ധനായ A.N. അനിരുദ്ധൻ. A.N. അനിരുദ്ധൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ചവിട്ട് നാടകൻ. ഇനി പൂരക്കളി. മൂഷിക രാജ്യത്തെ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, നമ്മൾ മൂഷിക രാജ്യം, ഏഴിമല, നന്നൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും.
അപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭഗവതിക്കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുന്ന അനുഷ്ഠാന കലാവിശേഷമാണ് ഇത് പൂരക്കളി. അപ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? മൂഷിക രാജ്യവുമായി ബന്ധമുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഭഗവതിക്കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസമാണ് ഇത് പൂരക്കളി എന്ന അനുഷ്ഠാന കല അനുഷ്ഠിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പൂരക്കളി പറഞ്ഞോടെ, ചവിട്ട് നാടകം പറഞ്ഞു, കഥകളിയും പറഞ്ഞോടെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. തിക്കോടിയൻ ഇഷ്ടംപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞനന്തൻ നായരാണ് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പുക്കുട്ടൻ നായർ, കെ അപ്പുക്കുട്ടൻ നായരാണ് കോഴിക്കോടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, കെ അപ്പുക്കുട്ടൻ നായരാണ് കോഴിക്കോടൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത്. പിന്നെയോ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ എന്ന തൂലികാനാമം കുട്ടിക്കൃഷ്ണമാരാർ പിന്നെ മാരാർ എന്ന തൂലികാനാമത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ആ 3 ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോടൻ എന്ന തൂലികാനാമത്തിൽ കെ അപ്പുക്കുട്ടൻ നായർ, ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ കെ നീലകണ്ഠൻ, മാരാർ എന്ന തൂലികാനാമത്തിൽ കുട്ടിക്കൃഷ്ണ മാരാർ. അപ്പോൾ അതും കിട്ടിയല്ലോ. ഇനി നമുക്കവിടെ ഒരൊറ്റ ചോദ്യമാണ് ആ ഒരു പേജിൽ ബാക്കിയിരിക്കുന്നത്. ഈ പേജിൽ അത്യാവശ്യം ചോദ്യങ്ങളുണ്ട്. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ? നമുക്ക് +1 മലയാളം സെക്കൻഡിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. മാപ്പിള രാമായണം, കണ്ണശരാമായണം, മുഹിയുദ്ദീൻ മാല, നൂൽമാല. ഉത്തരം ഓപ്ഷൻ സി, മുഹിയുദ്ദീൻ മാലയാണ് അവിടെ ഉത്തരം വരുന്നത്. ഇത് +1 മലയാളം സെക്കൻഡിൽ കുറേ വരികൾ ഇതുപോലെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പോൾ കാസി മുഹമ്മദാണ് ഈ മുഹിയുദ്ദീൻ മാല രചിച്ചിട്ടുള്ളത്. കാസി മുഹമ്മദിനെ നിങ്ങൾക്ക് SCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫത്ഹുൽ മുബീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൾറെഡി കേട്ടിട്ടുണ്ടാവും. സോ ഇവിടെ ആൾറെഡി പറയുന്നത് കണ്ടോ, പാലിയിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ പക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ കയറിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ വരികളൊക്കെ ഒന്ന് 4 വെച്ചിട്ടൊന്ന് ഓർക്കണം. ഈ അറിവും നിലയും അതേതുമില്ലാത്തവർക്ക് അറിവും നിലയും നിറയെ കൊടുത്തോവർ. ഈ ഇങ്ങനെ ഓവർ എന്ന് വരുന്നതൊക്കെ തന്നെയായിരിക്കും മുഹിയുദ്ദീൻ മാലയിലേത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വരികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ അവസാനം ഇങ്ങനെ ഓവർ ഏതെങ്കിലും ഒരു വരിയിൽ ഓവർ എന്നുണ്ടാവും. അപ്പോൾ അത് മുഹിയുദ്ദീൻ മാലയാണ്, കാസി മുഹമ്മദിൻ്റെയാണ് എന്നോർത്താൽ മതി. ഇനിയോ കണ്ണശരാമായണം, രാമപ്പണിക്കരുടെ രചനയാണ് ഏത്? കണ്ണശരാമായണം. 15-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന നിരണം കവികളിൽ രാമപ്പണിക്കരുടെ രചനയാണ് കണ്ണശരാമായണം. നരപാലകർ ചിലരതിന് വിറച്ചാൽ നലമുട ജാനകി സന്തോഷിച്ചാൾ. അരവാദികൾ ഭയമീടും മിടിധ്വനിയാൽ മൈലാനന്ദിപ്പത് പോലെ. കണ്ണശരാമായണത്തിലെ വരികളാണ്. ആ +1 അതേ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വരികളാണ്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം ഏതിലേതാണ് എന്ന് ചോദിക്കുമ്പോൾ. നരപാലകർ ചിലരതിന് വിറച്ചാർ, ആ ഒരു വരി 4 വരിയെ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ണശരാമായണത്തിലെ എടുത്തു കാണിക്കുന്ന 4 വരിയെ നമുക്കതിലുള്ളൂ. അപ്പോൾ നമുക്ക് അതെന്തായാലും നിർബന്ധമായിട്ടും അവിടെ കാണണം കേട്ടോ. ഇനി മറ്റൊന്ന് അതേ പുസ്തകത്തിലുള്ളതാണ് അനുകമ്പ ദശകം. അത് പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതിൽ ഈ 4 വരികൾ തരികയാണെങ്കിൽ തന്നെ അതിലേതുണ്ടാവും, നിങ്ങൾക്കിപ്പോൾ ഈ 4 വരിയാണെങ്കിൽ ഇതിലിവിടെ ഒരു അനുകമ്പ ഉണ്ട്. ആ അനുകമ്പ കാണുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർക്കുക. പിന്നെ നമുക്ക്
ഇവിടെ ഈ 4 വരി തരികയാണെങ്കിലും ഇവിടെ എന്തുണ്ട്, ഇവിടെയും ഒരു അനുകമ്പയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കത് കിട്ടും, അനുകമ്പ. കണ്ടോ? അപ്പോൾ 2 എണ്ണം നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും. പിന്നെന്തേ ഉള്ളൂ, അരുളാൽ എന്ന വാക്കുള്ളതാണ് 2 എണ്ണം. അപ്പോൾ 2 എണ്ണത്തിൽ അരുളാൽ എന്നുണ്ട്, 2 എണ്ണത്തിൽ അനുകമ്പയുണ്ട്. അതാരുടേതാണെന്ന് ഓർക്കുക, ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് എന്നോർക്കുക. അനുകമ്പ ദശകം. സോ ഇങ്ങനെ +1 മലയാളം സെക്കൻഡിലേക്കൊക്കെ കയറി ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ SCERT എല്ലാം നോക്കണം. +2 വരെയുള്ളത് നിർബന്ധമായിട്ടും നോക്കിയേ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സോഴ്സ് ഇതായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഞാനത് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സർവ്വ തയ്യാറെടുപ്പും നടത്തിയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം എന്തായാലും ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.